അയ്യ വണക്കം. ആരാണ് ഈ ഹിസ്ബുള്ള ഭീകരവാദികൾ? നമ്മൾ അവരെ വിളിക്കുന്നത് ഭീകരവാദികൾ എന്നാണ്. പക്ഷേ അവരെ തന്നെ വിളിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ സൈന്യമാണ് എന്നാണ്. ലബനോനിലെ സൈന്യമാണെന്ന് പറഞ്ഞ് 1988 ഉണ്ടായ പ്രസ്ഥാനമാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ ലബനോൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്രായേൽ അന്ന് അടിച്ച് ലബനോനിന്റെ അണ്ടം വലിച്ചു കീറി ഒരു സൈഡിൽ ഇട്ടപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന് പറയുന്ന രീതിയിൽ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ പ്രതിരോധ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഉയർന്നു വന്ന പ്രസ്ഥാനം വിറപ്പിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഉയർന്നു വന്നതിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേലും വലിയ രീതിയിൽ നേരെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹിസ്ബുള്ള എന്ന് കേൾക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിലെ പല ആൾക്കാർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം 2 ലക്ഷം റോക്കറ്റുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് എന്നൊക്കെയാണ് ഹിസ്ബുള്ള വച്ച് കീച്ചിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം IDF അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഒരു പിക്ചർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പിക്ചർ. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചത്. എല്ലാ വേട്ടാവളിയന്മാരെയും എലിമിനേറ്റഡ് എന്ന് പറഞ്ഞാണ് ഇസ്രായേലിന്റെ IDF ഈ പിക്ചർ ഇട്ടിരിക്കുന്നത്. ഹസൻ നസറുള്ള, സെക്രട്ടറി ജനറൽ ഓഫ് ഹിസ്ബുള്ള, എലിമിനേറ്റഡ്. അതിന്റെ താഴെ ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി, ഇബ്രാഹിം അഖീല്, ഫൗദ് ഷുക്കൂർ, അലി കരാക്കി, അതിന്റെ താഴെയുള്ളവന്മാര് വിസാം അൽ താവി, അബു ഹസൻ സമീർ, അങ്ങനെയുള്ള സകല ആൾക്കാരെയും ഇസ്രായേൽ തട്ടിക്കഴിഞ്ഞു. ഇനി ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനം ഇല്ലടേ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ഹിസ്ബുള്ളയുടെ പ്രിവന്റീവ് യൂണിറ്റിന്റെ, അതായത് ഹിസ്ബുള്ളയുടെ സെക്യൂരിറ്റി പ്രിവന്റീവ് യൂണിറ്റിന്റെ ഒരു ഉന്നത കമാൻഡർ ഉണ്ട്. അവന്റെ പേര് നബീൽ കൗക്ക് എന്നാണ്. അവൻ മാത്രം അടിപേടിച്ച് ഓടി ഇറക്കിയായിരുന്നു. അവനെ ഓട്ടിച്ചിട്ട് അടിച്ച് കഴിഞ്ഞ ദിവസം ഹൂറികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ അവനും ചത്തു തൊലഞ്ഞതിന് ശേഷം ഹിസ്ബുള്ളയ്ക്ക് ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇസ്രായേലിന് അത് കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് 2 ലക്ഷം മിസൈലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മല പോലെ വന്നൊരു സാധനമല്ലേ. പോരാത്തതിന് ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനുമാണ്. ഇറാന്റെ സപ്പോർട്ടും ഹിസ്ബുള്ളയ്ക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ കയറി ഹിസ്ബുള്ളയെ അടിച്ചു കീറുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ഒരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ ഇറാൻ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളുമായിട്ട് ഇറാനിന്റെ വിമാനം ഇങ്ങ് വന്നിറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ വന്നിറങ്ങിയപ്പം ആ എയർപോർട്ട് ഇസ്രായേൽ പിടിച്ചടക്കി. അതോടുകൂടി വന്ന വഴിയേ യൂട്ടേൺ എടുത്ത് അവന്മാർ തിരിച്ചു പോവുകയായിരുന്നു. ഖമനേയി ആണെങ്കിൽ ബങ്കറിൽ കയറി ഒളിച്ചു. ഇനി ഇസ്രായേൽ തട്ടിക്കളയോ എന്ന് പഠിച്ച് ബങ്കറിൽ കയറി ഒളിച്ചും കഴിഞ്ഞു. വടക്കൻ അതിർത്തിയിൽ പടയൊരുക്കം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ കരയുദ്ധത്തിനായി ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പടക്കോപ്പുകൾ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ സൈനികരെ അണിനിരത്തിയിട്ടുണ്ട്. ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇറാന് മുന്നറിയിപ്പ് നെതന്യാഹു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിൽ ഇസ്രായേലിന് എത്തിപ്പെടാതെ ഇരിക്കാനുള്ള ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഇരുന്നോ എന്നാണ് ഇറാനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇത്രയും ഗതികെട്ടൊരു രാജ്യം ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാകുന്നത് നമുക്ക് ഇറാനെ കാണുമ്പോഴാണ്. ഇറാനിലേക്ക് കയറാനായിട്ട് ഇസ്രായേൽ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറാനിലേക്ക് ഇസ്രായേൽ കയറാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രസംഗിച്ച് തിരിച്ചു വരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ഒരു വ്യോമാക്രമണം അല്ലെങ്കിൽ 2 റോക്കറ്റ് അങ്ങോട്ടേക്ക് അയച്ചേ എന്ന് പറഞ്ഞു നമ്മുടെ യമനിലെ ഹൂതികൾക്ക് ഒരു പൂതി തോന്നിയത്. ഈ യമനിലെ ഹൂതികൾക്ക് ഒരു പൂതി തോന്നിയ ആ സമയം അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് നെതന്യാഹുവിന് നേരെയുള്ള വധശ്രമം ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം യമൻ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടത് ഒരു തീ മഴയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആയിരക്കണക്കിന് മൈലുകൾ അകത്തേക്ക് കയറി ഇസ്രായേൽ തുരുതുരുതുരാ വ്യോമാക്രമണം നടത്തി. യമൻ പറയുന്ന രാജ്യത്തെ ഹൂതികൾ എന്ന് പറയുന്ന ഹിസ്ബുള്ള ഭീകരർ അത്രയൊന്നുമില്ല. അവന്മാരെ ഇസ്രായേൽ ഇങ്ങനെ പൊടിച്ചു കളഞ്ഞതാണ്. അപ്പൊ ഇവന്മാരെ പൊടിക്കാൻ പോലും ഇല്ല. ഒന്ന് നോക്കിയാൽ മതി, ഇവന്മാർ ഇറങ്ങി ഓടിക്കോളും. അങ്ങനെ വ്യോമാക്രമണം അകത്ത് കയറി ഇവന്മാരുടെ വൈദ്യുതി നിലയങ്ങൾ പൂർണ്ണമായിട്ടും തകർത്തു. ഇവന്മാരുടെ ബങ്കറുകൾ പൂർണ്ണമായിട്ടും തകർത്തു. ഇവന്മാരുടെ 2 തുറമുഖങ്ങൾ, ഈ തുറമുഖങ്ങളൊക്കെ ഇസ്രായേൽ തകർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തുറമുഖം, എയർപോർട്ട് ഇതൊക്കെ തകർത്ത് കളയുന്നതെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഇനി ആയുധങ്ങളൊന്നും എത്താൻ പാടില്ല. ആയുധങ്ങളൊക്കെ വേറെ രാജ്യങ്ങളവന്മാർക്ക് കൊടുക്കണമെങ്കിൽ തുറമുഖത്തിലൂടെയല്ലേ കൊടുക്കാൻ പറ്റൂ. ഒന്നെങ്കിൽ കപ്പൽ വഴി ആയുധം വരണം, അല്ലെങ്കിൽ വിമാനം വഴി വരണം. ഇത് രണ്ടും നിനക്കൊക്കെ വേണ്ടടാന്ന് പറഞ്ഞ് ഇവിടെ നയകിക്കണം. ഒന്നാമത് യമൻ എന്ന് പറഞ്ഞാൽ ഒരു കെണ്ടാന്തരം പിടിച്ച രാജ്യമാണ്. ആ രാജ്യത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോവുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ചൊറിഞ്ഞപ്പോഴേ പറഞ്ഞതാണ് ഇത് വലിയ പണിയാവുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതായത് തങ്ങളെ ചൊറിയുന്ന സകല ഭീകരവാദികളെയും, നമുക്കവർ ഭീകരവാദികളാണ്, ആ ഭീകരവാദികളെയും
തീർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേലിനാകട്ടെ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നുമില്ല. ഇസ്രായേൽ ഹമാസിനെ തീർത്തു, ഹിസ്ബുള്ളയെ തീർത്തു. ഇപ്പോൾ ദാണ്ട ഇസ്രായേൽ വളഞ്ഞടിച്ച് യമനിലേക്ക് കയറി അവിടെയുള്ള ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ അമേരിക്ക കൺവിൻസിങ് സ്റ്റാർ, ഈ അമേരിക്കയാണെങ്കിൽ നീ ഹൂതികളെ അടിച്ചിരിക്കും, ഞാൻ ഇവിടെ സിറിയയിൽ ഐസിസിനെ തീർക്കാന്ന് പറഞ്ഞ് ഐസിസിന് നേരെ അമേരിക്ക അതിഭീകരമായിട്ടുള്ളൊരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടത്. അമേരിക്ക ഐസിസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ, അതായത് ഒരു കാര്യം ആലോചിച്ചു, ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന മുഴുവൻ ഭീകര രാജ്യങ്ങളാണ്. ഐസിസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക് ജഹാദ്, ഹമാസ്, ഇറാന്, ഹൂതികള്, അങ്ങനെയുള്ള ഭീകര രാജ്യങ്ങളെ എല്ലാം അടിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യമനിൽ ഹൂതികളെ അടിച്ചു കീറുമ്പോൾ ഇസ്രായേൽ താഴെ സിറിയയിൽ ഐസിസ് ഭീകരരെ മുഴുവനായിട്ടും അമേരിക്ക തീർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കനത്ത വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം സിറിയയിൽ നടന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സെപ്റ്റംബർ 16 മുതൽ US സേന അവിടെയുണ്ട്. ഈ സെപ്റ്റംബർ 16 മുതൽ US സേന അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസിസ് സിറിയയുടെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. സിറിയയുടെ ഭരണം ഐസിസ് പിടിച്ചെടുക്കുന്നത് അവിടെയുള്ള കുർദിഷ് ഡെമോക്രാറ്റിക് ഫോഴ്സിനെ, അതായത് കുർദിഷുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് ഫോഴ്സിനെ തകർത്തുകൊണ്ടാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കുർദിഷ് ഡെമോക്രാറ്റിക് ഫോഴ്സിനെ സഹായിക്കാനാണ് അമേരിക്കൻ പട്ടാളം, ഏകദേശം 1000കണക്കിന് സൈനികർ അവിടെ ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അവർ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഐസിസ് അവിടെ തലപൊക്കാതിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം യവന്മാര് ഹിസ്ബുള്ളയെയും ഹൂതികളെയും സഹായിക്കാൻ ഒരു നീക്കം നടത്തി. ആ നീക്കം നടത്തിയപ്പോൾ ആ നീക്കം മണത്തറിഞ്ഞ അമേരിക്ക അവന്മാര് തലവെക്കും മുമ്പേ അവിടെ കനത്ത വ്യോമാക്രമണം നടത്തി എന്നാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സകല അണ്ണന്മാരെയും അടിച്ച് റൊട്ടിയാക്കി ഇസ്രായേൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇറാനിലേക്ക് കരയുദ്ധത്തിനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ വിവിധ മേഖലകളിലെ 20 കമാൻഡർമാരെയാണ് ഇസ്രായേൽ വധിച്ചത്. ഇസ്രായേൽ സൈന്യം ഇത് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടത്. ഈ കമാൻഡർമാർ റോക്കറ്റ് ഡിവിഷൻ മുതൽ എലൈറ്റ് റഡ്വാൻ ഫോഴ്സ് വരെയുള്ള യൂണിറ്റുകളെ നയിച്ചവരാണെന്നുള്ളതാണ് വേറെ കാര്യം. അതേസമയം ജിഹാദ് കൗൺസിലിലെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ വിഭാഗമാണ്. നയപരമായ തീരുമാനമെടുക്കുന്ന ഷൂറ കൗൺസിലിലെ നേതാക്കളാണ് ഇനി അവശേഷിക്കുന്നത്. സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കരാക്കി, മുതിർന്ന നേതാവ് ഇബ്രാഹിം അക്കീൽ, നസറുള്ള, സെക്യൂരിറ്റി തലവൻ, അങ്ങനെയുള്ള സകല തലവന്മാരെയും വധിച്ച് ഡ്രോൺ തലവൻ വരെ ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു. ഇനി ഇസ്രായേലിന്റെ മുന്നിലുള്ളത് ഇറാനാണ്. ആ ഇറാനിലേക്ക് കരയുദ്ധത്തിനായിട്ട് ഇസ്രായേൽ പുറപ്പെടാനായിട്ട് പോവുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കരയുദ്ധത്തിലേക്ക് ഇറാനുമായിട്ട് ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ, ഇതുവരെ ഭീകരവാദികളെയായിരുന്നു വധിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോ ഇറാനുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ 2 വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇസ്രായേലിന്റെ വ്യോമസേന ശക്തമാണ്, പക്ഷെ ഇറാന്റെ വ്യോമസേന അറിയാമല്ലോ, പറന്ന് പൊങ്ങൂല, അതിനു മുമ്പേ തകർന്നു വീഴും. അങ്ങനെയാണ് അവന്മാരെ വ്യോമസേന അവന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവന്മാരുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. പോരാത്തതിന് യുദ്ധം ചെയ്ത് നശിച്ച് നാറാണക്കല്ല് എടുത്തിരിക്കുകയാണ്. അവിടെയുള്ള സ്ത്രീകളടക്കം ഇവന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെ മോചനം നേടാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ ദിവസം കാനഡയിലും ഈ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഭീകരവാദിയെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇറാനിലെ സ്ത്രീകൾ തുള്ളിച്ചാടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം കാനഡയിൽ കേക്ക് മുറിച്ചുകൊണ്ടാണ് ഇറാൻ പൗരന്മാർ ഈ നസറുള്ളയുടെ ആ ഒരു മരണത്തെ ആഘോഷിച്ചത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയാണ്. ഇറാനിലെ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. പക്ഷെ ഖമനേയി ഇപ്പോഴും ബങ്കറിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെയുള്ള ആ ഭരണാധികാരികളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും വിമോചനം നേടി ഒരു പുരോഗമന സമൂഹമായി വികസിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു നാടാണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്ന നാട്ടുകാരുടെ ഒരു വെപ്രാളമൊക്കെ നമ്മൾ കണ്ടതാണ്. പറന്നു പോകുന്ന ഫ്ലൈറ്റിൽ നിന്നും ആൾക്കാർ താഴേക്ക് വീഴുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ആ ഫ്ലൈറ്റിന്റെ ആ ചിറകിലും അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിന്റെ വീലിലും ഒക്കെ അള്ളിപ്പിടിച്ച് രക്ഷപ്പെടാൻ വരെ ശ്രമിച്ച ആ ആൾക്കാരുടെ ഒരു മരണ വെപ്രാളമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. സമാനമാണ് ഇറാനിലെ ഗതി എന്ന് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ പടയൊരുക്കം നടത്തി കഴിഞ്ഞു, യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.